ടീം ആറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 83/2025 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2-നകത്ത് സയൻസ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ച മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഓൾറെഡി വീഡിയോയിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് മെഷേർഡ് ആസ് 1.1 മീറ്റർ സ്ക്വയർ 1.1 മീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ഫിയർ ഇൻ ദ അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? സോ നമ്മുടെ സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താ തന്നിരിക്കുന്നത്? സ്ക്വയറിന്റെ ഡയമെൻഷൻ തന്നിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു 1.1 മീറ്റർ എന്നുള്ളതാണ്. 1.1 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് നോൺ സീറോ ഡിജിറ്റ്സ് ആണുള്ളത്. സോ ഇതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. Therefore, area എന്ന് പറയുന്നത് a square is equal to 1.1 into 1.1. അതായത് രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഉള്ള രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷനകത്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റുമായിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ഏത് നമ്പറിനാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് ആൻസറിലും അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ. 1.1 into 1.1 എന്ന് പറയുന്നത് 1.21 ആണ്. അതായത് 3 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 ആണ്. അപ്പൊ അതായത് 3-ൽ നിന്ന് 2-ലേക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണത്തിനെ റൗണ്ട് ചെയ്യണം. സോ ബേസിക്കലി മൂന്നാമത്തെ ഡിജിറ്റ് 1 ആയതുകൊണ്ട് 5-ൽ താഴെയുള്ള ഡിജിറ്റ് ആയതുകൊണ്ട് അതിന് മുമ്പുള്ള നമ്പറിൽ ഒരു വ്യത്യാസവും വരില്ല. ഇത് റൗണ്ട് ഓഫ് ചെയ്താൽ 1.2 എന്ന് കിട്ടും. ഒരു നമുക്ക് കിട്ടിയത് 1.26 എന്നായിരുന്നെങ്കിൽ 1.2 എന്ന് പറയുന്നത് 1.3 ആയേനെ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 1.2 മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്തത് 39ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ന്യൂട്ടൺ ലോസ് ആർ ഡയറക്ട്ലി ആപ്ലിക്കബിൾ ഓൺലി ഇൻ ഇനേർഷ്യൽ ഫ്രെയിംസ്. ന്യൂട്ടൺ ലോസ് ആർ ഡയറക്ട്ലി ആപ്ലിക്കബിൾ ഓൺലി ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ്. A moving bus with a constant velocity is an example of a non-inertial frame. A bus moving with a constant speed in circular path is an example of a non-inertial frame. സോ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറയപ്പെടുന്ന ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്? അതായത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ അനുസരിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും റെഫറൻസ് ആയി കണക്കാക്കുന്ന കാര്യമാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയോ, ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റിലോ അല്ലെങ്കിൽ അതിന്റെ മോഷനെയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയപ്പെടുന്ന ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ബോഡിയെ സംബന്ധിച്ചും, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും. എന്തുകൊണ്ടാണ് ഒരു യൂണിഫോം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നത്? കാരണം ആ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്പീഡ് അല്ലെ സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിലും അതിന്റെ ഡയറക്ഷൻ ഓരോ മിനിറ്റിലും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു ആക്സിലറേറ്റിംഗ് ബോഡി ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ ഈസ് ഡയറക്ട്ലി ആപ്ലിക്കബിൾ ടു ഇനേർഷ്യൽ ഫ്രെയിംസ്, കറക്റ്റ് ആണ്. ദെൻ ന്യൂട്ടൺ ലോസ് ആർ ഡയറക്ട്ലി ആപ്ലിക്കബിൾ ഓൺലി ഫോർ നോൺ ഇനേർഷ്യൽ ഫ്രെയിം, അല്ല, ഡയറക്ട്ലി ആപ്ലിക്കബിൾ ഫോർ ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. ഫ്രീ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ ബസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ non-inertial frame. A bus moving with a constant velocity എന്ന് പറയുന്നത് എന്താണ്? സീറോ ആക്സിലറേഷൻ. അതായത് it is moving at like constant velocity means it is under uniform motion. ഒരു യൂണിഫോം മോഷനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ it is under uniform motion. യൂണിഫോം മോഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉപയോഗിച്ചാണ്. സോ ഇതെന്ന് പറയുന്നത് തെറ്റാണ്. A bus moving with a constant speed in a circular path. ഒരു സർക്കുലർ പാത്തിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് സെയിം ആണ്, പക്ഷേ സർക്കുലർ പാത്തിൽ ഓരോ മൊമെന്റിലും ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ അതിന്റെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേറ്റിംഗ് ബോഡിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും 4-ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2ഉം 3ഉം തെറ്റാണ്. കാരണം ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിക്കോ യൂണിഫോം മോഷനിലിരിക്കുന്ന ബോഡിക്കോ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും ആക്സിലറേറ്റിംഗ് ബോഡിക്ക് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉപയോഗിക്കുന്നു. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ സീറോ ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ നത്തിങ് ബട്ട് യൂണിഫോം മോഷൻ ആണ്. നെക്സ്റ്റ് വൺ, 0th law of thermodynamics refers to conservation of energy, change in entropy during reversible process, increase in entropy in irreversible process, thermal equilibrium. Basically, conservation of energy, അല്ലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്.
ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എൻട്രോപ്പിയുടെ ചേഞ്ചിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തെർമോഡൈനാമിക്സ് ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തെർമൽ ഇക്വിലിബ്രിയത്തെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ജെറോത്ത് ലോ. അതായത് എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതുപോലെ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുമെന്ന് പറയുന്ന ലോയാണ് ജെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. The United Nations proclaims 2025 as the International Year of Quantum Science and Technology. Then, graphene, an allotrope of carbon. Graphene എന്ന് പറയുന്നത് ഒരു കാർബണിന്റെ അല്ലോട്രോപ്പ് ആണ്. അത് ഏത് ഡയമെൻഷണൽ മെറ്റീരിയൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബേസിക്കലി നമ്മളിപ്പോൾ ക്വാണ്ടം ഡോട്ട് എടുത്താൽ, ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നതിനകത്ത് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത് അതിന്റെ ലെന്ത് വൈസും ബ്രെഡ്ത്ത് വൈസും അതുപോലെ തിക്നെസ് വൈസും അതിന്റെ എല്ലാ ഡയമെൻഷൻസും എന്താണ്, എല്ലാ ഡയമെൻഷൻ എന്ന് പറയുന്നത് നാനോ സൈസിലാണ്. അതുകൊണ്ടാണ് അതിനെ എന്താണ് സീറോ ഡയമെൻഷണൽ എന്ന് വിളിക്കുന്നത്. സീറോ ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബേസിക്കലി ഗ്രാഫീൻ എന്ന് പറയുന്ന ഒരു ഷീറ്റ്, ഗ്രാഫീൻ ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ തിക്നെസ് മാത്രമാണ് ഏത് ലെവലിലുള്ളത്, നാനോ ലെവലിലുള്ളത്. അതിന്റെ ലെന്ത് എടുത്താലും ബ്രെഡ്ത്ത് എടുത്താലും അത് നാനോ സ്കെയിലല്ല വരുന്നത്. ലെന്തോ ബ്രെഡ്ത്തോ നാനോ സ്കെയിലല്ല വരുന്നത്, തിക്നെസ് മാത്രമാണ് നാനോ സ്കെയിലിൽ വരുന്നത്. സോ ലെന്തും ബ്രെഡ്ത്തും ഏത് സ്കെയിലിലാണ്, നാനോ സ്കെയിലല്ല. സോ അപ്പൊ ഇതെന്താണ്, ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ മെറ്റീരിയൽ ആണ്. ക്ലിയർ ആണോ? സോ അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാർബണിന്റെ അല്ലോട്രോപ്പ് ആയിട്ടുള്ള ഗ്രാഫീൻ എന്ന് പറയുന്നത്, കാർബണിന്റെ അല്ലോട്രോപ്പ് ആയിട്ടുള്ള ഗ്രാഫീൻ എന്ന് പറയുന്നത് എന്തായിട്ട് വരും എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും വരിക. ഒരു 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ ആയിരിക്കും വരിക. ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത് അതിന്റെ ലെന്തും ബ്രെഡ്ത്തും തിക്നെസ്സും എന്ന് പറയുന്ന നാനോ ലെവലിലായതുകൊണ്ട് അതൊരു 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എക്സാമ്പിൾ വേണമെങ്കിൽ 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ നാനോ വയറുകൾ. നമ്മൾ നാനോ വയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെന്ത് മാത്രം എന്ന് പറയുന്ന ഏത് ലെവലിൽ വരില്ല, നാനോ സ്കെയിലിൽ വരില്ല. ബാക്കി 2 ഡയമെൻഷൻസും നാനോ ലെവലിൽ വരും. അപ്പൊ 1 ഡയമെൻഷണൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് നാനോ എന്താണ്, നാനോ ട്യൂബ്, നാനോ റോഡ്, നാനോ ഫൈബർ ഒക്കെ എക്സാമ്പിൾ ആണ്. അതെല്ലാം ആ ഒരു 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഫോളോയിങ് അയോൺ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ സൈസ്. ബേസിക്കലി ഈ തന്നിരിക്കുന്ന സ്പീഷ്യസുകളുടെ എല്ലാം നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം, മഗ്നീഷ്യം, ഫ്ലൂറിൻ, നൈട്രജൻ. ബേസിക്കലി നമ്മൾ നൈട്രജൻ എടുത്താൽ നൈട്രജന്റെ ന്യൂട്രൽ സ്റ്റേറ്റിനകത്ത് 7 ഇലക്ട്രോൺ ആണുള്ളത്. N3- എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ കൂടി വരും. അപ്പൊ 7 3 10 ഇലക്ട്രോൺ. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ നോർമലി 9 ഇലക്ട്രോൺ. F- എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ വരും, 10 ഇലക്ട്രോൺ വരും. മഗ്നീഷ്യം എന്ന് പറയുന്നത് യൂഷ്വലി 12 ഇലക്ട്രോൺ ആണ്. മഗ്നീഷ്യം 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോയി. പ്ലസ് ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ പോയി, 2 ഇലക്ട്രോൺ പോയി, 10 ഇലക്ട്രോൺ കിട്ടി. അലുമിനിയം എന്ന് പറയുന്നത് 13 ആണ്. അലുമിനിയം 3+ എന്ന് പറയും 3 ഇലക്ട്രോൺ പോയിട്ട് നമുക്ക് എന്ത് കിട്ടി, 10 ഇലക്ട്രോൺ. അപ്പൊ ഈ സ്പീഷ്യസിനകത്തുള്ളതിനകത്തെല്ലാം ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്പീഷ്യസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിന്റെ കേസിനകത്ത് ചാർജ് കൂടിയാൽ സൈസ് കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ളത് ഏതിനാണോ അതിനായിരിക്കും സൈസ് കുറവ്. ഇവിടെ നോക്കി, ഏറ്റവും ഹയസ്റ്റ് ചാർജ് ഉള്ളത് Al3+, പിന്നെ Mg2+, പിന്നെ F-, പിന്നെ N3-. അപ്പൊ ഏറ്റവും സൈസ് കുറവെന്ന് പറയുന്ന അലുമിനിയം 3+നായിരിക്കും. ഏറ്റവും സൈസ് കുറവ് അലുമിനിയം 3+, പിന്നെ മഗ്നീഷ്യം 2+, പിന്നെ F-, പിന്നെ N3-. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിന്റെ കേസിനകത്ത് ചാർജ് കൂടുന്നതനുസരിച്ച് സൈസ് എന്ന് പറയുന്നത് കുറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 44. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആൽക്കലോയിഡ് ഈസ് പ്രസന്റ് ഇൻ ടുബാക്കോ പ്ലാന്റ്. ടുബാക്കോ പ്ലാന്റിലുള്ള ആൽക്കലോയിഡ് എന്ന് പറയുന്നത് നിക്കോട്ടിൻ ആണ്. 2023 കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് എന്തിനാണ് ലഭിച്ചത്? 2023 കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കിട്ടിയത് ക്വാണ്ടം ഡോട്ട്സിനാണ്, അതായത് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ. 2024 കിട്ടിയതെന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. കമ്പ്യൂട്ടേഷണൽ ആയിട്ട് പ്രോട്ടീൻ ഡിസൈൻ ചെയ്തതാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനാണ് 2024 കിട്ടിയത്. 2022 കിട്ടിയതെന്ന് പറയുന്നത് ക്ലിക്ക് കെമിസ്ട്രി, ഒരു പുതിയ ബ്രാഞ്ച് ആയിരുന്നു ക്ലിക്ക് കെമിസ്ട്രി.
അഥവാ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി. ക്ലിക്ക് കെമിസ്ട്രി അഥവാ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിക്കാണ് കിട്ടിയത്. ക്ലിക്ക് കെമിസ്ട്രി അഥവാ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിക്കാണ് ലഭിച്ചത്. 2021 ലഭിച്ചത് അസിമെട്രിക് ഓർഗാനിക് കറ്റാലിസിസ് ആണ്. അപ്പൊ അസിമെട്രിക് ഓർഗാനിക് കറ്റാലിസിന് ലഭിച്ചത് 2021. ക്ലിക്ക് കെമിസ്ട്രി ആൻഡ് ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി 2022. ക്വാണ്ടം ഡോട്ടിന് കിട്ടിയത് 2023. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ കിട്ടിയത് 2024. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് സയൻസ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.